മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പ്രസിഡന്റ് ചാക്കുണ്ണി കൂടി ചേരുകയാണ്. നമസ്കാരം സാർ. ഈ 50-50 വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ്. ഇതിപ്പോഴും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് ഈ കെട്ടിടം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി സമ്മതിക്കുന്നുണ്ട്. അപ്പോഴും ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചത് എന്നുള്ളൊരു ചോദ്യമല്ലേ ബാക്കിയുള്ളത്? ഇത് ഒരു മുന്നറിയിപ്പാണ്. അപകടങ്ങളുടെ, ദുരന്തങ്ങളുടെ ആവർത്തനമാണ് നഗരത്തിൽ നടക്കുന്നത്. നഗരത്തിലേക്ക് വരാനും നഗരത്തിൽ ജീവിക്കാനും പേടിക്കുന്ന ഒരവസ്ഥയുള്ളത്. ഏതാനും ദിവസം മുമ്പാണ് പ്രമുഖ തുണി കമ്പനിയിൽ തീപിടുത്തുണ്ടായി. അതിന്റെ അടുത്ത ദിവസം ഒരു സ്റ്റേഷനറിയിൽ തീപിടുത്തുണ്ടായി. ഇന്നിപ്പോ കോർപ്പറേഷനിലെ കെട്ടിടത്തില്, കാലപ്പഴക്കം എന്ന കെട്ടിടത്തില് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് നടപടി എടുക്കാണ്ടല്ല, എടുത്ത് അനുസരിക്കാത്ത കുഴപ്പമുള്ളത്. നടപടി മേലിൽ നിർദ്ദേശിച്ചാൽ അച്ചടക്കം എന്ന് പറഞ്ഞ പല വകുപ്പുകളിലും ഇല്ല. എത്ര കാലം ഒക്കെ എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് അടച്ചുപൂട്ടാൻ കൊടുത്ത് നോട്ടീസ് കൊടുത്ത് ചില ഉദ്യോഗസ്ഥർ, അപൂർവ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും താല്പര്യം കൊണ്ട് കൊടുക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ എന്റെ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഇക്കാര്യത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മറ്റു മന്ത്രിമാർക്കെല്ലാം മലബാർ ഡെവലപ്മെന്റ് ഞങ്ങളിപ്പോ നിവേദനം അയച്ച് അതിന്റെ മറുപടിക്കും നടപടിക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. ഏറ്റവും നല്ല സുരക്ഷിതമായ നഗരമായിരുന്നു കോഴിക്കോട്. പേര് കേട്ട നഗരമായിരുന്നു. ഒരുപാട് നടപടികളുണ്ട്, ഒരുപാട് നമ്മുടെ അവകാശങ്ങളും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചമായ സുരക്ഷയില്ലാത്തൊരു സാഹചര്യമാണ്. ഇത് കേവലം ഏതാനും ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന്. എല്ലാ ഉദ്യോഗസ്ഥരല്ല, മേലുദ്യോഗസ്ഥരും അനുസരിക്കുന്ന സ്വഭാവന്മാരുടെ കുറച്ച് കാലമായി. ഇതൊക്കെ നമ്മൾ യഥാസമയം ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഇനിയെങ്കിലും സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് കൊണ്ടുവരും, വലിയ കഷ്ടനഷ്ടങ്ങൾക്ക് കൊണ്ടുവരും. ഒരുപാട് മേന്മകൾ കോഴിക്കോടിന്റെ നന്മകളും ഭക്ഷണ ശുചിയും കേട്ട യാത്രക്കാരെണ്ണം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനമില്ല, ശുചിത്വമില്ല. നടപടികൾ മേലിന്ന് വരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരവ് പോലും ഇവിടെ നടപ്പാക്കുന്നില്ല. തെരുവുനായ കാര്യത്തിന്റെ ശല്യം 2002 കാര്യങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസ് അതാത് നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വകുപ്പ് മന്ത്രിമാർ യഥാസമയം താഴെ ലെവലിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ലെവലിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇതെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് അനുസരിക്കാത്ത ഏതാനും ചില ഉദ്യോഗസ്ഥർ അവരുടെ ദാർഷ്ട്യാണത്. ഇതിനെ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ തന്നെ മാതൃകയോടെ ശിക്ഷിക്കല് ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷിത ബോധം ഉണ്ടാവുള്ളൂ. ഒരു അവകാശം ഉണ്ടായിട്ട് കാര്യമില്ല. തറക്കല്ലിടുക, പിന്നെ പരിപാലനം നടക്കുന്നുണ്ട്. ഇവിടെ എത്രയോ കെട്ടിടങ്ങൾ എണ്ണി ഞാൻ പറയാം. പരിപാലനം നടക്കുന്നില്ല. ഇവിടുത്തെ മാത്രമല്ല, ഇക്കാര്യത്തില് അടിയന്തര നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഞങ്ങൾ സംഘടനാ തലത്തിലും വ്യക്തിപരമായിട്ട് പരാതി കൊടുത്ത് മടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ്. എന്തായാലും ഇതിലൊരു നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. വളരെ നന്ദി ശ്രീ ചാക്കുണ്ണി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.